വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ LGSന്റെ റിവിഷനില് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേരളം എന്ന് പറയുന്ന ഭാഗം. നമ്മൾ ആദ്യം തന്നെ തുടക്കം ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇന്ന് റിവിഷനാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം. അപ്പൊ കേരളത്തില് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, കേരളം നിലവിൽ വന്ന സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? 5ആണ് കേരളം നിലവിൽ വന്ന സമയത്ത് കേരളത്തിലെ ജില്ലകൾ. എന്നാ നിലവിൽ വന്നതെന്നറിയാലോ? 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളം നിലവിൽ വന്നത്. ഇനി അടുത്തത്, കേരളത്തില് ഈ 5 ജില്ലകൾ എന്നാ നിലവിൽ വന്നേ? 1949 ജൂലൈ 1-ന് തിരുക്കൊച്ചി സംയോജന സമയത്ത് കേരളത്തിൽ 5 ജില്ലകൾ നിലവിൽ വന്നിട്ടുണ്ട് അല്ലെ. ആ 5 ജില്ലകൾ ഏതൊക്കെയാന്ന് പഠിക്കുക. തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അടുത്തത് കോട്ടയം, അടുത്തത് തൃശ്ശൂര്, അടുത്തത് മലബാർ എന്നിവയാണ്. അങ്ങനെ 5 ജില്ലകൾ. ഇനി കേരളത്തില് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വന്നു. അങ്ങനെ കേരള സംസ്ഥാനം നിലവിൽ വന്നു. അങ്ങനെ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് കേരളത്തിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതൊക്കെ പ്രദേശങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് തോവാള. അടുത്തത് ഏതാണ്? അഗസ്തീശ്വരം. ഏതാണ്? അഗസ്തീശ്വരം. അടുത്ത ഏതാണ്? കൽക്കുളം. ഏതാണ്? കൽക്കുളം. അടുത്തത് വിളവൻകോട്. ഇതൊക്കെ ആർക്ക് വിട്ടുകൊടുത്തു? തമിഴ്നാടിന്, അല്ലെങ്കിൽ മദിരാശിക്ക്. തമിഴ്നാട് എന്നല്ല പറയാ, മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നത്. ഇനി തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന 2 താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അത് ഏതൊക്കെയാണ്? കാസർഗോഡ്. ഏതൊക്കെയാണ്? കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകളാണ്. കാസർഗോഡ്, ഹോസ്ദുർഗ്. അങ്ങനെ 1956 നവംബർ 1-ന് കേരളം നിലവിൽ വരുമ്പോഴും കേരളത്തിൽ 5 ജില്ലയേ ഉള്ളൂ. അതിനുശേഷം 57-ലാണ് മലബാറിനെ വിഭജിക്കുകയും ഈ മലബാറിനെ വിഭജിച്ച് 3 ജില്ലകൾ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ വരുന്നത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ വരുന്നു. എന്ന് വരുന്നു? 1957 ജാനുവരി 1-ന് വരുന്നു. ഇനി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്നാ വന്നേന്ന്? 1969-ലാണ് മലപ്പുറം വന്നത്. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, കേരളത്തിലെ 12-ാമത്തെ ജില്ല ഏതാണ്? കേരളത്തിൽ 12-ാമത് വന്നത് വയനാട് ജില്ലയാണ്. 1980 നവംബർ മാസം 1-ന്. കേരളത്തിൽ 13-ാമത് നിലവിൽ വന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല 1982 നവംബർ 1-നാണ്. 14 ജില്ലയെ കേരളത്തിലുള്ളൂ. 14-ാമത്തെ ജില്ല 1984 മെയ് മാസം 24-ാം തീയതി നിലവിൽ വന്ന കാസർഗോഡ് ജില്ലയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈലാണ് കേരളത്തിന്റെ വിസ്തീർണം. ക്ലിയർ ആയില്ലേ? ഇനി കേരളത്തിന്റെ വിസ്തീർണം ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1.18%. ഇനി ഒരു കാര്യം അതിന്റെ ഇടയിൽ വിട്ടുപോയി. കേരളത്തില് വലിയ ജില്ല, ചെറിയ ജില്ല അങ്ങനെയൊക്കെ ചോദിക്കും. കേരളത്തിലെ വലിയ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാ ഇടുക്കിയാണ്. എന്നാൽ കേരള ഫോർമേഷന്റെ സമയത്ത് വലിയ ജില്ല ഏതായിരുന്നു? മലബാർ ആയിരുന്നു. രണ്ടാമത്തെ വലിയ ജില്ല ഏതാണ്? രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാടാണ്. ഇനി അടുത്തത്, ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? വലിയ ജില്ല പാലക്കാടാണെങ്കിൽ ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. തെക്കേയറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. വടക്കേയറ്റത്തെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും കൂടി റിവിഷൻ ആണ്, ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ടീച്ചർ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തില് എന്താ പറയാ,
വിസ്തീർണം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി. ആ വിസ്തീർണം മൊത്തം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാന്ന് ചോദിക്കാറുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. 21. അടുത്ത നിങ്ങൾക്ക് അറിയുന്നതാണ്, ടീച്ചർ പറയണില്ല. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്, എഴുതണില്ല കേട്ടാ. സാംസ്കാരിക തലസ്ഥാനം തൃശൂർ, സാമ്പത്തിക തലസ്ഥാനം എറണാകുളം, വ്യാവസായിക തലസ്ഥാനം എറണാകുളം, ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറം, പിൽഗ്രിം ക്യാപിറ്റൽ തീർത്ഥാടക തലസ്ഥാനം പത്തനംതിട്ട. കേരളത്തിലെ ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകൾ 14, അല്ലെ? ഗ്രാമപഞ്ചായത്തുകൾ 941, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, താലൂക്കുകൾ 78, മുനിസിപ്പാലിറ്റികൾ 87, കോർപ്പറേഷനുകൾ 6, നിയോജക മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങൾ 140. നിയമസഭാ അംഗങ്ങൾ 141 ഉണ്ടായിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രാതിനിധ്യം നമ്മുടെ 104ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം, 104ാം ഭേദഗതി പ്രകാരം ഇല്ലാണ്ടാക്കി. അപ്പൊ ഇപ്പോ 140 പ്രതിനിധികൾ തന്നെ ഉള്ളൂ. ഇനി കേരളത്തിലെ SC സംവരണ മണ്ഡലങ്ങൾ 14, ST സംവരണ മണ്ഡലങ്ങൾ 2. ഏതൊക്കെയാണ് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ? സുൽത്താൻ ബത്തേരി. ഏതാണ്? സുൽത്താൻ ബത്തേരി, മാനന്തവാടി. സുൽത്താൻ ബത്തേരി, മാനന്തവാടി ട്ടാ. ഇനി അടുത്തത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20, ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ഏതൊക്കെയാണത്? ആലത്തൂര്, മാവേലിക്കര. ഏതാണ്? ആലത്തൂരും മാവേലിക്കരയുമാണ്. ഇനി അടുത്തത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഉയരം 2695 മീറ്റർ അഥവാ 8842 അടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏതന്നെയാണ്? ആനമുടി തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് കേരളത്തിന്റെ അതിർത്തികള്. കേരളത്തിന്റെ അതിർത്തികൾ പറയുമ്പോ കേരളത്തില് 2 സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളം അതിർത്തി പങ്കിടുന്നത്. ഒന്ന് തമിഴ്നാടാണ്, അടുത്തത് കർണാടകമാണ്. എന്നാൽ കൂടുതൽ അതിർത്തി ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടുമായിട്ടാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടലാണ്, തെക്ക് കിഴക്ക് തമിഴ്നാടാണ്, വടക്ക് ഭാഗത്ത് കർണാടകമാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഏക താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയാണ്. ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന താലൂക്ക് അല്ലെങ്കിൽ ആ പ്രദേശം പണ്ട് അറിയപ്പെട്ടിരുന്നത് ഗണപതി വട്ടം എന്ന പേരിലാണ്. ക്ലിയർ ആയില്ലേ? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ മുത്തങ്ങ പറയണം, മുത്തങ്ങ. ഇനി അടുത്തത് കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടൊന്നും അതിർത്തി ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ് പറയാ. ക്ലിയർ ആയില്ലേ? കടൽ തീരം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഇനി കേരളത്തിലെ ഔദ്യോഗിക വിവരങ്ങളെ കുറിച്ചാണ് പറയണേ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. എലിഫാസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം, അല്ലെ? ഇനി അടുത്തത് ആന ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയവയുടെ ഔദ്യോഗിക മൃഗമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ബുസേറോസ് ബൈകോർണിസ് എന്നാണ്. ബുസേറോസ് ബൈകോർണിസ് എന്നാണ് ശാസ്ത്രീയ നാമം. അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പക്ഷിയും ഏതന്നെയാണ്? നമ്മുടെ വേഴാമ്പലാണ്. കേരളത്തിന്റെ ഔദ്യോഗിക എന്താ പറയാ ബട്ടർഫ്ലൈ അഥവാ ശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാപ്പിലോ ബുദ്ധ എന്നാണ്. പാപ്പിലോ ബുദ്ധ എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം കരിമീനാണ്. അതിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാട്ടൻസീസ് എന്നാണ്. എട്രോപ്ലസ് സുറാട്ടൻസീസ്, എട്രോപ്ലസ് സുറാട്ടൻസീസ് എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. കൊക്കോസ് ന്യൂസിഫെറ. ഗോവയുടെ സംസ്ഥാന വൃക്ഷം കൂടിയാണത്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ദേശീയ നാളികേര ദിനം ജൂൺ 26. അടുത്ത കേരളത്തിന്റെ ഔദ്യോഗിക
പാനീയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കരിക്കിൻ വെള്ളമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക എന്താ പറയാ ഫ്രൂട്ട് ഫലം ഏതാണ്? നമ്മുടെ ചക്കയാണ്. ചക്കയുടെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ്. ആർട്ടോകാർപ്പസ് ഹെറ്റിറോഫിലസ് എന്നാണ്. ആർട്ടോകാർപ്പസ് ഹെറ്റിറോഫിലസ് എന്നാണ് ട്ടോ. ചക്ക ഔദ്യോഗിക ഫലമായത് 2018 അത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാഷ്യ ഫിസ്റ്റുല എന്നാണ്. കാഷ്യ ഫിസ്റ്റുല എന്നാണ്. അടുത്തത് നമ്മുടെ ഔദ്യോഗിക നൃത്തരൂപം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തം ഏതാണ്? മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ ദേശീയ ഔദ്യോഗിക ഉത്സവം ഏതാണ്? ഓണമാണ്. ഓണം അങ്ങനെ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് 1961 ഓണം വിളവെടുപ്പ് ഉത്സവമാണ്. വിളവിറക്കുത്സവം എന്ന് പറയുന്നത് ഏതിനെയാണ്? വിഷുവിനെയാണ്. നമ്മുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളമാണ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് മാസം 23 കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ ഏതാണ്? മലയാളമാണ് എന്റെ ഭാഷ, എന്റെ ഭാഷ എന്റെ വീടാണ്. അത് രചിച്ചത് ആരാണ്? MT വാസുദേവൻ നായരാണ്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള ധരണിയാണ്. അത് രചിച്ചത് ആരാണ്? സുഗതകുമാരി ടീച്ചറുടെ പിതാവാണ്, ബോധേശ്വരനാണ്. ഇനി അടുത്തത് കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഏതാണ്? സഭ TV ആണ്. സഭ TV. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രികയുടെ പേര് എന്താണ്? അറിവോരം എന്നാണ്. എന്താണ്? അറിവോരം. കേരളത്തിൽ ഔദ്യോഗിക തവളയായിട്ട് തെരഞ്ഞെടുക്കാൻ നമ്മള് സംസ്ഥാന വന്യജീവി ഉപദേശക ബോർഡ് നിർദ്ദേശിച്ചത് ഏതിനെയാണ്? മാവേലി തവള അല്ലെങ്കിൽ പാതാളത്തവള, അല്ലെങ്കിൽ എന്ത് പറയും? പാതാളത്തവള അല്ലെങ്കിൽ പന്നിമൂക്കൻ തവള എന്നൊക്കെ പറയും. എന്താണ്? പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ എന്താണ്? പർപ്പിൾ ഫ്രോഗ് എന്നൊക്കെ പറയും. ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഒരു ഭാഗം കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച്. കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട്? PSCയുടെ കണക്ക് പ്രകാരം 5 ഉള്ളൂ. 5 ദേശീയ ഉദ്യാനങ്ങളാണ്. അതിൽ ആദ്യത്തേതും ഏറ്റവും വലുതും ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. 1975 ഇരവികുളം വന്യജീവി സങ്കേതമായി. 1978 ഇതിന് നാഷണൽ പാർക്ക് ബഹുമതി ലഭിച്ചത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ്. കേരളത്തിലെ ആദ്യത്തേതാണ്, അതുപോലെ തന്നെ ഏറ്റവും വലുതാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നു. വരയാടുകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. ഇനി അടുത്തത് ലോക പൈതൃക പട്ടികയില് ഏത് ഇടം നേടിയിട്ടുണ്ട്? ഇരവികുളം. അടുത്ത സൈലന്റ് വാലി ആണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇനി ഇതിന് 1914 സൈലന്റ് വാലി റിസർവ് ഫോറസ്റ്റ് ആയി. 1984 നാഷണൽ പാർക്കായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. 1985 നാഷണൽ പാർക്കായി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്തത് 2009 25ാം വാർഷികം ആഘോഷിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ മടക്കാടാണ് സൈലന്റ് വാലി. നിത്യഹരിത വനമാണ്. കേരളത്തിലെ കന്യാവനമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ട്ടോ. ഇനി ഇവിടെ ഈ പേര് വരാൻ കാരണം ഇവിടെ ചീവീടുകൾ ഇല്ലാത്തതിനാലാണ്. ഈ പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റോബർട്ട് റൈറ്റ് ആണ്. റോബർട്ട് റൈറ്റ്. അദ്ദേഹമാണ് സൈലന്റ് വാലി എന്ന പേര് നൽകിയത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ ഇവിടെ ധാരാളം കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ് എന്നാണ്. മക്കാക്ക സിലനസ് എന്നാണ് ട്ടോ. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യമാണ്. വെടിപ്ലാവ് ട്ടോ. ഇനി ഇവിടെ ഏരിയ ത്യാഗി എന്ന് പറയപ്പെടുന്ന അപൂർവ ഇനം ഒരു ഓർക്കിഡ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ബുൾബുൾ. എന്താണ്? ബ്ലാക്ക് ബുൾബുൾ എന്ന് പറയുന്ന ഒരു പക്ഷിയും ഇവിടെ കാണപ്പെടുന്നുണ്ട് ട്ടോ.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാൻ. ഈ നദികളിൽ നമുക്ക് കുന്തിപ്പുഴയും തൂതപ്പുഴയൊക്കെ പഠിക്കാം. രണ്ടും കൂടി ഓർത്തു വയ്ക്കുക. ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട്. മതികെട്ടാൻ ചോല. ഏതാണ്? മതികെട്ടാൻ ചോല. മൂന്നാമത്തെ 4 ആനമുടിച്ചോല. ലാസ്റ്റ് വൺ എന്താണ്? പാമ്പാടും ചോല. ഇത് മൂന്നും നിലവിൽ വന്നത് 2003 മൂന്നും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലും അതുപോലെ ആനമുടിച്ചോല ദേവികുളം താലൂക്കിലും പാമ്പാടും ചോലയും ദേവികുളം താലൂക്കിലാണ്. അപ്പൊ ഇത് മാത്രാണ്, അതായത് മതികെട്ടാൻ ചോല മാത്രമേ ഉള്ളൂ ഉടുമ്പൻചോല താലൂക്കില്. മറ്റത് രണ്ടും എവിടെയാണ്? ദേവികുളത്താണ്. ഇനി പഠിക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, ഏറ്റവും അവസാനം വന്ന ദേശീയോദ്യാനം എന്നൊക്കെ ചോദിച്ചാൽ പാമ്പാടും ചോല പറയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും വനങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അടുത്ത ക്ലാസ് മുന്നോട്ട് പോവാം. അപ്പൊ അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ.